Hello guys, welcome back to Ultimate Tracker. അപ്പോൾ guys, കുറേ കാലത്തിന് ഫൈനൽ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫുള്ളി വീഡിയോസ് ഉണ്ടാക്കാനൊക്കെ ആയിരിക്കും ഇനി എൻഗേജ്. നിങ്ങൾക്ക് ഇനി മിക്ക ദിവസങ്ങളിലും വീഡിയോസ് കാണാൻ പറ്റുമല്ലോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവൊക്കെ ഇടലുണ്ടാവും. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ ലൈവൊക്കെ ഇടും. അപ്പോൾ നിങ്ങളതൊന്നും മിസ് ചെയ്യരുത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻഡിങ് ആയിരുന്നു ഗൈസിൻ്റെ. നമുക്ക് എന്തായാലും തുടങ്ങും. ഞാൻ ലെറ്റ്സ് പ്ലേ പുതിയൊരു ലെറ്റ്സ് പ്ലേൻ്റെ സീരീസാണിത്. നിങ്ങളൊരു വീഡിയോ മിസ് ചെയ്യാണ്ട് കാണണം. ഈ ഒരു വീഡിയോയിൽ 50 ലൈക്സ് ആയി കഴിഞ്ഞാൽ 50 വേണ്ട ഗൈസ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലോട്ടായതുകൊണ്ട് ഒരു 10 ലൈക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാനിടും, നിങ്ങൾ ലൈക്ക് ഇല്ലെങ്കിലും. പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഗൈസ്. നിങ്ങളുടെ ഓരോ ലൈക്കാണ് എൻ്റെ മോട്ടിവേഷൻ. എൻ്റെ ഓരോ വീഡിയോസിനുള്ള മോട്ടിവേഷൻ ആയിരുന്നു ഗൈസ്. നിങ്ങളൊരു ലൈക്ക് എന്ത് പറയണ ഗൈസ്, നിങ്ങളുടെ മോട്ടിവേഷൻ ഭയങ്കര മോട്ടിവേഷനാണ് ഗൈസ്. ഞാനിപ്പോൾ മോട്ടിവേറ്റഡ് ആയതിനെ ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഞാൻ ചത്ത് ഗൈസ്, സ്റ്റാർട്ടിങ് തന്നെ ചത്ത് ഗൈസ്. ശുഭം ഗൈസ്, എൻ്റെ ഞാൻ ശുഭമായിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡേറ്റ് കളക്ട് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഗൈസ്, ഞാൻ മൈൻക്രാഫ്റ്റിൽ പ്രോ ആണെന്ന് എൻ്റെ കളിയൊക്കെ കൊണ്ട് ഗൈസ്. പ്രോൻ്റെ കാട്ടും ബെറ്ററാണ്. പ്രോ ഒക്കെ എൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കും. പ്രോ നീ എൻ്റെ കാട്ട പ്രോ ആണ് ബ്രോ, യു ആർ ദ ലെജൻഡ് എന്ന് പറയും ബ്രോ ഒക്കെ എൻ്റെ മുന്നിൽ. എന്ത് പറയുന്നു പാവല്ലേ. അപ്പോൾ ഞാനൊരു അതൊക്കെയാണ് ഗൈസ്, ഒരു ഹിറോ വേണം ഗൈസ്. ഗൈസ് എത്ര കൂളായിട്ട് അതാവട്ടെ തോന്നുന്നു. നോർമൽ ഡാമേജൊക്കെ ആർക്കും കിട്ടും. ഓ ഷീറ്റ്. വലിയ ഡാമേജൊന്നും കിട്ടാണ്ട് ഞാൻ താഴോട്ടെത്തിയ ഒരു എൻ്റർമാനും കണ്ട് പോവുകയും ചെയ്തു. എൻ്റർമാനെയാണ് കണ്ടതെന്ന് തോന്നുന്നു വീഡിയോ ഗൈസ്. ഞാൻ ഫുഡ് കൊണ്ടുവരാൻ വീണ്ടും പറഞ്ഞു. അപ്പം നമ്മളിനി ക്രാഫ്റ്റിംഗ് ടേബിള്, സ്റ്റിക്ക്, പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ വീണ്ടും മേലോട്ടൊക്കെ പോകണം ഗൈസ്. എനിക്ക് പോകാൻ വേണ്ടി വഴി ഉണ്ടാക്കി വെച്ചാണ് ഗൈസ്. നിങ്ങളും കാണുന്നതാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ്. അയണല്ലേ ഗൈസ് അത്? യെസ് ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അയൺ കിട്ടും പ്രതീക്ഷിക്കുന്നു. പിക്കാക്സ് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ അയാണ് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. ഓ ബിൽഡിംഗ് ബ്ലോക്ക്സ് വേണ്ടേ? ബിൽഡിംഗ് ബ്ലോക്ക് ഗ്രാനൈറ്റ് എടുക്കാം. ഇത് ഗ്രാനൈറ്റ് അല്ലേ? ഞാൻ ഡയറൈറ്റ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞു. ഡയറൈറ്റ് എടുക്കുക. ഇത് ഫുള്ള് കുറച്ച് അത്യാവശ്യം ബിൽഡിംഗ് ബ്ലോക്സ് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഇതും കൂടി പൊട്ടിച്ച് തൽക്കാലം ഇത്രയൊക്കെ മതിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. നമുക്ക് മേലോട്ടേക്ക് പോയിട്ട് വേറെ കുറേ പണിയുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല. കുറച്ച് കോലെടുക്കുക ഗൈസ്. നമുക്ക് ഫർണസിനൊക്കെ ആവശ്യം വരും. കോളും വേണം, ഇതും വേണം. ഗൈസ് കോള് മാത്രം പോരാ, എനിക്ക് കോബിൾ സ്റ്റോൺ വേണം ഫർണസ് ഉണ്ടാക്കണേ. തൽക്കാലിക്ക് മതി. അപ്പം കുറേ കോബിൾ സ്റ്റോൺ വാങ്ങിച്ചു. ലഷ്കല്ലേ ഗൈസ് അത്? അയാണി. ഓ നോ, സോംബി സ്പോട്ടഡ് മീ. അത് ഞാൻ ഇപ്പോൾ പേടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തോട്ടേക്ക് എന്തായാലും വരും. വാ ഇത് ലക്കി. സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ തന്നെ ആയിരുന്നു കിട്ടി എനിക്ക്. ഇത്രയേ ഉള്ളൂ. സ്റ്റാർട്ടിങ് തന്നെ 6 ഇത് കിട്ടി. ഇതേടാ ഫർണസ് എവിടെ? കോള് ക്രാഫ്റ്റിലോ? ബ്ലോക്ക്
ഞാൻ വിചാരിച്ചു ഗൈസ് കോള് നമുക്കിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ പോയിട്ട് കുറച്ചും കൂടി കോള് കളക്ട് ചെയ്യട്ടെ ഗൈസ്. എനിക്ക് ടോർച്ച് വേണം. എക്സ്പ്ലെയിൻ കിട്ടുന്നില്ലേ? അല്ല ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. പോയിട്ട് ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് നല്ലോണം ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ കത്തിക്കേണ്ട എല്ലാം തീർന്നു ഗൈസിൻ്റെ. എൻ്റെ വേൾഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ തീരും. അപ്പോൾ അത് വേണ്ട. പക്ഷെ ഞാൻ മേലെ പോയിട്ട് മറ്റേ അയർന്നും എടുത്തിട്ട് വരാം ഈ സമയം കൊണ്ട്. അതായത് കറക്റ്റ് മേലെ പോയാൽ മതി. അപ്പോൾ എത്തിയിട്ട് പിന്നെ ഇങ്ങനെ സ്റ്റക്കായി അവിടെ ഇപ്പം എത്തി. ഒരു വേൾഡ് സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് ലക്ഷേ കിട്ടി. എത്ര അയൺ ആയുസ് കിട്ടുന്ന എനിക്ക്. എന്താണ് ഓ ഷിറ്റ്, ഓ നോ, ഓ ഇപ്പം എല്ലാം തീർന്നേനെ. ഓ നോ, ഫുഡും ഇല്ല എൻ്റെ അടുത്ത് ഗൈസ്. ഞാൻ തന്നെ മേലോട്ട് പോകേണ്ടി വരും. ഓ തീർന്നു. സെറ്റ് മനസ്സിലായില്ലേ? ചൂടുണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് സോഡ്. ഓ ഷോഡ് കറക്റ്റായി. കുഴപ്പമില്ല, കിടക്കട്ടെ. ഞാൻ ഫുഡ് കളക്ട് ചെയ്യുമ്പോൾ മേലോട്ടേക്ക് പോകേണ്ടി വരും ഗൈസ്. അപ്പം നമുക്ക് ഇതുണ്ടല്ലോ കൊണ്ട് പീസ് എടുക്കാം. സെറ്റാകുന്നവരെ ഞാൻ കാത്തിക്കണം ഗൈസ്. ഈ അയണൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മേലോട്ടേക്ക് പോകും. ഞാൻ താഴോട്ട് വരും ഗൈസ്, വരാണ്ടൊക്കില്ല. ഡോണ്ട് വറി. എനിക്കൊന്ന് ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പം ഗൈസ് നമുക്ക് പോവാം. അപ്പം ലെറ്റ്സ് ഗോ. ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഇത്രയൊക്കെ നല്ല ടൂൾസൊക്കെ കിട്ടുന്നതിന് ഭാഗ്യമാണ് ഗൈസിൻ്റെ. ഇപ്പം എനിക്ക് വേഗം മേലോട്ട് എത്തണം ഗൈസ്. ഓക്കെ, എത്താനായി. അപ്പോൾ അവിടെ പിഗിനും കാണുന്നത് ഗൈസ് മേലെ തന്നെ. ജസ്റ്റ് ഇതും തീർന്നു. ഓ എന്തോ ബാഡ് ലക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ ലക്കും കിട്ടി, ഇപ്പം ബാഡ് ലക്കും കിട്ടി. സുഖം. ഓ ഇവിടുന്ന് ഞാൻ ചത്തിൻ്റെ ഗൈസ്. ചത്തു തന്നെ ഗൈസ്. എൻ്റെ FPS ഒന്ന് കൂടട്ടെ. വെയിറ്റ് POV ആയിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞാൽ മാറിപ്പോയി തോന്നുന്നു. ഞാനെന്താ പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കണം അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ POV തന്നെയല്ല പറഞ്ഞത്. ഞാൻ എക്കോവിനാണ് പറഞ്ഞത്. ഞാൻ എക്കോവിനാണ് പറഞ്ഞത്. സോറി, മൈ മിസ്റ്റേക്ക്. പിഗിനെ കൊണ്ട് ഗൈസ് ഞാൻ അതിനെ കൊല്ലം മേലോട്ടൊന്ന് പോയത് ആവട്ടെ. അതിനിപ്പോൾ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം. ചെറിയ സ്ഥലത്തോടെ ഞാൻ പിന്നെ വരാം. 285 565 285 565 285 565. നമുക്കെന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം. രാത്രി ആവാനായിട്ട് ഷീപ്പിനെ കണ്ടുപിടിക്കാൻ ഇപ്പം തന്നെ. അല്ല, ഇപ്പം നൈറ്റിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഷീൽഡ് ഉണ്ട്. അയ്യാണ്ട കുറച്ച് ടൂൾസൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. ചെറിയ സർവൈവലിനൊക്കെ എന്തോ ആവും. എനിക്ക് എൻ്റെ അടുത്ത് ഫുഡില്ല. ഫുഡ് വേണം എനിക്ക്. അതാണിപ്പോൾ ഒരു ടാസ്ക്കാണ് എനിക്ക്. ഫുഡില്ലെങ്കിൽ ഞാൻ ചത്തു പോകുന്നു. എനിക്ക് ഫുഡ് വേണം കഴിച്ച്. അല്ലാതെ തന്നെ എൻ്റെ ഹെൽത്ത് അതെ ഓപ്ഷൻസ് കാണാൻ തുടങ്ങി. ഞാൻ പെട്ട് കഴിച്ചു സ്റ്റാർട്ടിങ് തന്നെ. വീടിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പെട്ട് ബെസ്റ്റ് താഴെ പോയി കൊല്ലത്ത് കൗന്. കുറച്ച് ഫുഡ് കിട്ടുന്നുണ്ട്. അല്ല ഇങ്ങനെ വേണ്ട ഞാൻ പോകും.
ഓപ്ഷൻ ഉണ്ടായതുകൊണ്ടായിട്ട് ചെറിയ സെറ്റപ്പ് തലേൻ്റെ നേരെ തന്നെ കൗണ്ട് ചെയ്യാം. പറഞ്ഞ സൈഡുണ്ട്. അപ്പോൾ ഇത് സ്മെൽറ്റ് ചെയ്ത് തന്നെയാണ് എനിക്ക് നല്ല എൻ്റെ ഹെൽത്ത് നല്ലോണം കൂടും ഇപ്പം തന്നെ. നമുക്കൊരു സർവൈവൽ ട്രിക്ക് കാണിച്ചു തരാം. നൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഒരു സിമ്പിൾ വഴിയുണ്ട്. അത്രേ ഉള്ളൂ. ഇവിടുന്ന് നോക്കുക, ബാക്കോട്ടാവുക, അത്രേ ഉള്ളൂ. ഈ സ്മോക്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമേജും കിട്ടില്ല, ഇവിടുന്ന് അടിക്കുകയും ചെയ്യാം. അങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി. രാത്രിയായിട്ടാണല്ലോ ഗൈസ്. ഓക്കെ, ഇത് പൊട്ടിച്ചു ഗൈസ്. ഇനി നമ്മളിവിടെ കുറച്ച് നേരം ഇവിടെ തന്നെ ഇരിക്കണം ഗൈസ്. ഞാൻ രാവിലെ ആയിട്ട് നിങ്ങളെ കാണാം, അല്ലാണ്ട് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. നിങ്ങളെൻ്റെ പൊസിഷൻ ശ്രദ്ധിച്ചോ? പൊസിഷനിൽ പോകുക ഗൈസ്. എൻ്റെ കോർഡിനേറ്റ്സ് പോയിട്ട് മിഡിൽ നോക്കുക ഗൈസ്. എന്താ ഉള്ളത് മിഡിലും ലാസ്റ്റിലും? ഗൈസ് മിഡ് നൈറ്റായി. ഞങ്ങളുടെ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. കണ്ടോ, ചന്ദ്രൻ നമ്മുടെ തലേൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഓ എൻഡർമാൻ, എന്താണ് ഗൈസ് രാവിലെ ആവാത്തത്? എനിക്ക് ബോറടിക്കുന്നേ. ഞാൻ രാവിലെ ആയിട്ട് നിങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനൊരു റിസ്കി ഡിസിഷനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇറങ്ങി ഓടുക ഗൈസ്. ഞാനിപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ ഇറങ്ങി ഓടാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മളിതാ ഓടുന്നു, നിന്നു, അങ്ങോട്ടും നോക്കുന്നു. എൻ്റർമാൻ. ഗൈസ് ഏതോ ഒരു സ്കെൽട്ടൻ എന്നെ കണ്ടിട്ടുണ്ട്. ഞാനൊരു സ്കെൽട്ടനെ ഞാനും കണ്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഡൗൺ. ഡൗൺ. കമോൺ ഗൈസ്, ഇനിയും വരുന്നുണ്ട്. വെറ്റെ കമോൺ. എവിടെ? ഞാനിങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ടെന്ന് അല്ലാണ്ട് ഒരുത്തിനും കാണുന്നില്ല. ഞാനിപ്പോൾ ചത്തന്നെ. കണ്ടോ ഗൈസ്, നമ്മൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഐഡിയ എടുക്കാൻ പറ്റില്ല ജീവിതത്തിൽ. എന്തൊരു വില്ലേജ് കിട്ടാത്ത ഗൈസ്. നമ്മൾ പോകുന്നു വില്ലേജിന് വേണ്ടി. ഒരു ക്ലച്ച് ചെയ്യാൻ പറ്റും നോക്കാം ഗൈസ്. ക്ലച്ചല്ല, ഞാനിപ്പോൾ എന്നെ തന്നെ ഡാമേജ് ആണ്. ഞാൻ വീണ്ടും മരത്തിൽ കയറട്ടെ. ഓ ഷീറ്റ്, എനിക്ക് ഹങ്കർ വാറുണ്ട്. ഓ ഷീറ്റ്, ഞാനൊന്നും കുഴപ്പമില്ല. എനിക്കെന്തെങ്കിലും ഒരൊറ്റ ബ്ലോക്ക് പോലും ചെയ്യാൻ പറ്റും. എൻ്റെ ബിൽഡിംഗ് ബ്ലോക്സും ചെയ്യാനായി. എന്തൊക്കെ കഷ്ടപ്പാട്. അതൊന്നും വെറും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര മോട്ടിവേഷൻ കിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പോൾ പ്ലീസ്. ഓ ഗൈസ്, സണ്ണ് വരാൻ തുടങ്ങാനായി. ഇനി സണ്ണ് വരും, എല്ലാ സോംബീസും ചത്തുപോകും. ബെസ്റ്റ്, നല്ല പണി കിട്ടി. ആര് ചത്താലും ഇല്ലെങ്കിൽ ഇന്ന് മിക്കവാറും ഞാൻ ചാകും ഗൈസ്. ഒരൊറ്റ മോബ്സിനെ കാണുന്നില്ല. അങ്ങനെയല്ല ഗൈസ്, എനിക്ക് ഷീപ്പിനെ അങ്ങനെ ഫുഡ് ചെയ്യുന്ന ഒറ്റ മോബ്സിനെ കാണുന്നില്ല. ഞാനിനി പോഷനിൽ ചാടിയിട്ട് ബ്രൗണിനോട് അടി ഉണ്ടാക്കുന്നുണ്ട്. നോക്കാം. ഇതെന്താ ഒന്നും കാണുന്നില്ല. നത്തിങ് ഈസ് വിസിബിൾ ഇൻ ദിസ് വേൾഡ് ഓഫ് നത്തിങ്.
ഞാൻ നല്ല പണിയൊക്കെ ഞാൻ ചെയ്ത്. സണ്ണ് വന്ന സണ്ണ് വന്നു ഗൈസ്. ഓ ഷിപ്പ് ഇവിടെ ഫിൽട്ടർ ഓക്കെ ഇവിടെ ഷീപ്പുണ്ട്. ഷീപ്പിനെ കൊന്നുപോയി. അല്ല ഇപ്പം ഞാൻ ചാവും. ഫുഡ് എവിടെ? ഫുഡൊന്ന് വേണ്ടത്ര തൂടിയില്ല. ഐസ് ഓടിക്കോ അതവിടെ. ഓ ഷിറ്റ് സ്ലീപ്പർ. എൻ്റെ പിന്നാലെ ജോലി ചെയ്യുന്നുണ്ട്. ഓടോടാ ഷിപ്പി പോലെ. എനിക്ക് ബെഡ് ഉണ്ടാക്കണം. എൻ്റെ ഹെൽപ്പ് വേണം. താങ്ക് യു ഫോർ യുവർ വൂൾ. എനിക്ക് ഒറ്റ ഊളും കൂടി ഞാൻ കഷ്ടപ്പെട്ടത്. ഫുഡും കിട്ടി. ഞാൻ ഹീലും ആയിക്കോളും ഉള്ള ഡയമണ്ട്. ഡേ പ്ലേഡ് 1 hours. നമ്മളെ ഫസ്റ്റ് ഡേത്തെ പ്രോഗ്രസ് നത്തിങ്. ഇത് സ്പോണാണ് കഴിച്ച്. ഞാൻ സ്പോണിലാണ് ഇത്ര നേരം ചുറ്റി കളിച്ചത്. അപ്പോൾ ഞാൻ സ്പോണിൽ നിന്ന് നേരെ ഈ ആഷനോട് പറഞ്ഞ് കളിച്ചിട്ട്. ഓ ബെഡ് സെറ്റ്. അപ്പം ഇനി നൈറ്റ് മേടിക്കണ്ട കഴിച്ച് എനിക്ക്. നൈറ്റ് നോ ഫിയർ. ഞാൻ ബെഡ് ഇപ്പോഴേ കറക്റ്റ് ചെയ്ത് വെക്കാം. അതാണ് നല്ലത്. ജസ്റ്റ് നിങ്ങളും കണ്ടു പഠിച്ചു എങ്ങനെയാണ് ബെഡ് ഉണ്ടാക്കുക. നിങ്ങളൊരു മൈൻക്രാഫ്റ്റ് പ്ലെയർ ആയിട്ട് ബെഡ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ് ഗൈസ്. ആൾക്കാർ നിങ്ങളെ കളിയാക്കും ഗൈസ്. ഇനി പോലും ക്യാഷില്ല. യെസ് എനിക്ക് 200 and something ഇതായിട്ടുണ്ട് സബ്സ്ക്രൈബർ. 90 എത്രയോ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദാറ്റ് ഗൈസ്. ഇത് ഏത് ഭയമായിരുന്നു ഗൈസ്? എനിക്ക് ഭയങ്കര ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയി. നമുക്ക് എന്തായാലും മുന്നോട്ടേക്ക് ഇത് ജംഗിളല്ലേ ഗൈസ്? ഓ നോ ഗൈസ്, ജംഗിൾ എനിക്കിഷ്ടമല്ല ഗൈസ്. ജംഗിൾ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ജംഗിൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ്റ് അടിക്കണം. ഐ ലൈക്ക് ജംഗിളിന്. ഇഷ്ടമില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ്റ് അടിക്കുക ഐ ഡോണ്ട് ലൈക്ക് ജംഗിളിന്. അപ്പം ഞാൻ ചെയ്യേണ്ടത് ഐ ഡോണ്ട് ലൈക്ക് ജംഗിൾ. എനിക്ക് എൻ്റെ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റുമെങ്കിൽ ഞാൻ ചെയ്താണ്. ഞാനിപ്പോൾ ഫുള്ള് ഫുഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ എന്താ ഡൈനോസോറിൻ്റെ എക്സ്പി നോക്കുവാണ്. ലീഫൊക്കെ പൊട്ടിക്കാൻ. ഇവർക്കൊക്കെ ഡേ 1 തന്നെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഇല്ല ഗൈസ് ആ മരമൊക്കെ നോക്ക് എന്ത് വലുതാണ്. ക്രിറ്റിക്കൽ ഹിറ്റ്. ഗൈസ് ഞാൻ ഈ അടുത്ത് എൻ്റെ മൈൻക്രാഫ്റ്റ് വീണ്ടും വെർഷൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ വേൾഡ്സൊക്കെ പോകും. അപ്പം ഞാൻ വീണ്ടും നെക്സ്റ്റ് പുതിയ ലെറ്റ്സ് പ്ലേ തുടങ്ങും. അതുകൊണ്ട് ഇത് ടെമ്പററി ലെറ്റ്സ് പ്ലേ എന്ന് വിചാരിച്ചാൽ മതി. അഥവാ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം എനിക്ക് ചില സമയത്ത് എൻ്റെ വേൾഡ്സ് പോവില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. ബെസ്റ്റ്. പക്ഷെ നമുക്കിനി മുതൽ സൺഡേ വേണ്ട, സാറ്റർഡേ ലൈവ് സ്ട്രീമിങ് നടത്തിയാലോ? എപ്പോഴെങ്കിലൊക്കെ ഞാൻ അതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയൂ എപ്പോഴായിരിക്കും അടുത്ത ലൈവ് സ്ട്രീം ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇനി മുതൽ ലൈവ് സ്ട്രീമിങ്ങൊക്കെ വെക്കാം. ഇനി മുതൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഫണ്ണല്ലേ ലൈവ് സ്ട്രീമിങ്, അല്ലേ ഗൈസ്? നോക്ക് ഗൈസ്, ഞാനടുത്ത് പോയത് ഒരു പിഗ്ഗി സ്പോണായി.
അതാണ് ചതി ഗൈസ്. അതാണ് ചതി എന്ന് വെച്ചാൽ ഇതാണ്. പിഗ് നമ്മൾ ചതിച്ചു ഗൈസ്. ഇനി മുതൽ നമ്മൾ പിഗിനെ കണ്ടാൽ അപ്പം കൊല്ലും. ഞാൻ ചോദിച്ചത് നോർമൽ ട്രെയിനേക്കാൾ എത്രയോ വലുതാണ് എൽ ഫോർ ലേണിംഗ്. ഞാൻ ലേണിംഗ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അക്കൗന്ന് എന്നെ കണ്ടു പേടിച്ചോടി. അപ്പം ഞാൻ കൗന്ന് ലേണിംഗ് ഏൽപ്പിച്ചു കൊടുത്തു. ഇനി അക്കൗ നല്ല കുട്ടിയിരുന്ന് പഠിച്ചോളും ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളെ ഫൈനൽ എക്സാം കഴിഞ്ഞോ ഇല്ലയോ കമൻറ്റ് ചെയ്യൂ ഗൈസ്. എൻ്റെ വീഡിയോ ചിലപ്പോൾ ലാസ്റ്റിനായിരിക്കും കേട്ടോ. കാരണം 27-ാം തീയതി എനിക്ക് റിസൾട്ട് കിട്ടും. ഈ മാസം 27-ന് എനിക്ക് റിസൾട്ട് കിട്ടും. ഓ ഗൈസ് പംകിൻസ് ഗൈസ് വില്ലേജ് ഉണ്ട് ഗൈസ്. ഇവിടെ അടുത്തോടി എൻ്റെ ഫുഡ് തീർന്ന്. ഞാനിപ്പോൾ സ്റ്റാർ വിളിച്ച് ഡെത്തുന്ന മെസ്സേജ് ചെയ്ത് എനിക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു പോപ്പ് ഷോപ്പിങ് കിട്ടണം. ഞാൻ ഒന്ന് കുറച്ച് മേലോട്ടേക്ക് പോയി നോക്കിയാലോ ഗൈസ്. ആദ്യം ഒരു പോപ്പ് ഷോപ്പിങ് തിന്നട്ടെ, അല്ലെങ്കിൽ ഞാൻ തീരും. അത്യാവശ്യം ഈ 13 ബ്ലോക്ക് ഞാൻ വെച്ച് മേലോട്ട് പോകും. കൗച്ച് വെച്ച് സാമാനം അങ്ങോട്ട് പോവുക ഗൈസ്. അയ്യോ വാട്ട്സ് ദാറ്റ്? നത്തിങ്. ഗൈസ് ഫ്രീക്ക ഫുഡ് നമ്മൾ ഫുഡ് കണ്ടാൽ ഞാൻ വെറുതെ വിടില്ല. ഫുഡ് ഷിബി നിന്നെ തന്നെ ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിന്നെ കുറച്ചും കൂടി കിട്ടിയപ്പോൾ സെലക്ട് ചെയ്യാം. പക്ഷേ തൽക്കാലം ഇതിപ്പോൾ ഇത്ര മതി. ഇനിയിപ്പോൾ ഇതിൽ എത്ര സ്മെൽറ്റ് ആവുമോ അത്ര സ്മെൽറ്റ് ആയാൽ മതി. കാരണം നമുക്ക് ഇവിടുന്ന് ഇനിയും കുറേ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ തൽക്കാലം ഇതിന് എത്ര സ്മെൽറ്റ് ആവുന്നു അത്ര മാത്രം വെച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാ. എന്നാലാണ് ഇവിടെ എവിടെയോ സോംബിയും ഉണ്ട്. കേവ് ഉണ്ടാവും ഗൈസ് ഇവിടെ അടുത്താണെങ്കിൽ. തൽക്കാലം ഇത്ര മതി ഗൈസ്, നമുക്ക് പോവാം. ഇവിടെ എവിടെയോ നല്ലൊരു കേവ് ഉണ്ട് ഗൈസ്. കമോൺ ബ്രോ, വില്ലേജ് ഐഡിയ ഉള്ളേ. കമോൺ വില്ലേജ്, കം ടു മീ. Village, come to me, my village, come to me. Well, I am coming to you. Where are you? പക്ഷെ നിങ്ങളുടെ വില്ലേജ് കണ്ടുകഴിഞ്ഞാൽ എന്നോട് കമൻ്റ് അടിക്കണേ. നിങ്ങൾ ടൈം സ്റ്റോപ്പ് ചെയ്തിട്ട് എപ്പോഴാണോ കണ്ടത് പോസ്റ്റ് ചെയ്തിട്ട് ആ ടൈം ഇട്ടിട്ട് നിങ്ങൾ പോയാൽ വില്ലേജ് കണ്ടിട്ടുണ്ടെന്ന് വില്ലേജ് ടൈം ഇട്ടിട്ട്. ഇപ്പം നിങ്ങൾ 20 മിനിറ്റിലാണ് കണ്ടെങ്കിൽ 20 മിനിറ്റ് ടൈം ഇടുക ഫസ്റ്റ്. എന്നിട്ട് വില്ലേജ് സ്പോട്ട് ഇടുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ എൻ്റെ വീഡിയോ നോക്കും. നമ്മളെ കമൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ടൈം വെച്ച് നോക്കും. ഓക്കെ, തിരിച്ച് വന്നിട്ട് ആ വില്ലേജിൽ കയറും. കാണുന്നുണ്ടെ പറയണേ. ഞാൻ എന്തായാലും ഒരു പൊട്ടനാണ്, എനിക്ക് വില്ലേജൊന്നും കണ്ടുപിടിക്കാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ തെറ്റ് ഡയറക്ഷനില്ല, റോങ് ഡയറക്ഷനിലാണ് ഞാൻ വന്നത്. അതിൻ്റെ നല്ല ഫോൾ ഡാമേജും വേറെന്തോ ആളെ തിരിഞ്ഞ് കളിക്കുന്ന വെള്ളത്തിൽ ഞാൻ പേടിച്ച്. മറ്റേ വേറെ സാധനമില്ല, ട്രൈഡൻറ്റ് സോംബി അല്ല, എന്തായാലും വാട്ടർ ഡ്രൗൺസ്, അതാണ് ഞാൻ വിചാരിച്ചത്. അതാണ് തിരിഞ്ഞടിക്കുന്നുണ്ടോ, പേടിച്ച്. കുറച്ചും ഹയർ ഗ്രൗണ്ട് പിടിച്ച് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് കണ്ടിൻ്റെ കേസ് ഞാൻ രക്ഷപ്പെട്ടു.
ശരി. ഞാൻ അങ്ങോട്ടേക്കാണ് പോവാ. പക്ഷെ അവിടേക്ക് ഫുള്ള് പ്ലെയിൻ സ്വയമല്ലേ കാണുന്നേ. ഓ ഷിറ്റ്. Half heart. Survived on half heart. No risk. കഴിക്കാണ്ടിറങ്ങി ഞാൻ ഉള്ളോട്ട് പോവാ. ഫൈനലി ബ്രോ, ഞാൻ വിചാരിച്ചു തീർന്നു. എൻ്റെ വേൾഡ് ഫുള്ള് പോയി, കഷ്ടപ്പാടെല്ലാം തീർന്നു വിചാരിച്ചിരുന്നു. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കി ഞാൻ തൽക്കാലം ഇന്ന് രാത്രി ഇവിടെ എന്നിട്ട് നമുക്ക് നാളെ രാവിലെ തന്നെ വില്ലേജ് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഡേ 2 ആയിട്ടുണ്ട്. നമ്മൾ ഡേ 1 വലിയ പ്രോഗ്രസ് നടത്തില്ല. പക്ഷെ ഡേ 1 ഞാൻ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. Bro, luck was with me that time. പക്ഷെ ലക്ക് എൻ്റെ ഉണ്ടെങ്കിൽ എനിക്കെന്താ വില്ലേജ് കണ്ടിരിക്കാൻ പറ്റാത്തത്? ഞാൻ അത്ര ഐറ്റം ചാടിയിട്ട് പോലും ഞാൻ സർവൈവ് ചെയ്തെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ഓ എന്തൊക്കെ ലക്ക് ഗൈസ്, സത്യം പറയാലോ. ഒരു വില്ലേജ് കിട്ടാൻ എത്ര കഷ്ടപ്പെടുന്നു. വില്ലേജ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ തന്നെ സ്റ്റേ അടിക്കും ഗൈസ്. വില്ലേജ് തന്നെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും വില്ലേജറിൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കും. ഓ ഷീസ് ബ്രോ, നല്ല അടിപൊളി കേവാണല്ലോ ഗൈസ്. ഓ അയൺ ഗൈസ്, അടിയിൽ ഫുള്ളായാണോ? അവിടെ സോംബീസ് മോസസ് പോകണമില്ല. ഓ ഞാൻ കറക്റ്റ് ചെയ്യട്ടോ വന്നാൽ അതാ അവിടെ പംകിൻസ് ഉണ്ട്. പോയ വഴി വീഴാനും പറ്റൂ. ഫുൾ താട്ടുവാണ്. പക്ഷെ മെല്ലെ നമുക്ക് താട്ടുക. അതൊക്കെ വെള്ളം ഉണ്ടാക്കാനുണ്ട്. അല്ല എമർജൻസി ഒന്നും ഉണ്ടാക്കാനാണ്. പോയ രീതിക്ക് തന്നെ ഞാൻ യെസ് ഫുള്ളാണ് ഐസ്. ഐ തിങ്ക് എനിക്ക് എൻ്റെ ആർമർ ഇവിടെ ഉണ്ടാക്കാം. എനിക്കെൻ്റെ ആർമർ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും ഐസ് മിക്കവാറും. നല്ല ഗൈസ് ഞാൻ സൂക്ഷിച്ച് പോകണം. എങ്ങാലും എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചാൽ ഫുള്ള് വേൾഡ് പോയി. ഓ ഗൈസ് എത്ര ആയണോ? 18 ആയണായി ഗൈസ് ഇവിടെ തന്നെ. അതായി ശരിയായാണ്. ഡേറ്റ് നല്ല ലക്കടിച്ച് ഗൈസ് നമുക്ക്. ഓ ഷിറ്റ് എൻ്റർമൈൻ. അപ്പോൾ ഗൈസ് ഞാൻ സൂക്ഷിക്കും. 26 ആയി. ഓ നോ ഗൈസ് റെയിൻ വന്നു. മഴ പെയ്തു. സന്തോഷമാണോ? ഇല്ല ഗൈസ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അഥവാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ അറിയും. ഓ എൻ്റർമാൻ പെട്ടു. ഓ ഇല്ല ഗൈസ് എൻ്റർമാൻ സേഫാണ്. ഓ പോവാ ഇനി ഒന്നുമില്ല ഇവിടെ. ഇനി ഇവിടുന്ന് ഒരു പണിയില്ല എനിക്ക്. ഞാൻ പോവാണ് എന്നാൽ ഞാൻ പോവാ, അത്രേ ഉള്ളൂ. ബെഡ് എടുത്തോ. പോവാ. ഇനി ഞാനിവിടെ 2 മിനിറ്റും കൂടി എക്സ്ട്രാ നോക്കിയില്ല. നന്നായി പോകണം ആവശ്യം വയ്യ ആവശ്യം. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ചത്തിൻ്റെ ഞാൻ കരയേണ്ട അവസ്ഥയായിപ്പോൾ. കാരണം
അത്രയ്ക്ക് സ്റ്റാക്കഡ് അപ്പ് ഒക്കെ ആയിട്ട് ചാവാണ് ഗൈസ്. എല്ലാം തീരുന്നില്ല. ഞാൻ പോവാ, ഞാൻ പോയിക്കോ. അയണം അയ്യോ കിട്ടി. എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് എന്തോ നല്ല വലിയ പണി കിട്ടാൻ പോവാണെന്ന് എൻ്റെ മൈൻഡ് പറയുന്നു. ഇത്ര അയണ് വേണ്ടിയിട്ട് എൻ്റെ മൈൻഡ് ഒന്നിക്ക് നെഗറ്റീവ് അടിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഓവർ തിങ്ക് ചെയ്യാണ്. എന്താണെങ്കിലും ഒന്ന് വേഗം മേലെ എത്തിയാൽ മതി. എനിക്ക് വേഗം പോവാ ഗൈസ്. ഓ ഗൈസ് നന്നായിട്ടോ ഗൈസ്. ഞാൻ അവിടെ നിന്ന് പോന്ന് അവിടെ ബ്രോ ഇപ്പം ആലോചിച്ചോ ഗൈസ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മോബ് വന്ന് തന്നെ ഇട്ടത് അവനെ കഴിക്കും ഗൈസ്. ഇത് പ്രേസ് ആയതുകൊണ്ട് എസ്കേപ്പ് ചെയ്യാൻ വലിയ പണിയില്ല, പക്ഷെ എന്നാലും ഒരു ചെറിയ പേടിയുണ്ട്. അഥവാ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കിട്ടും. ഞാൻ ഒന്നിക്ക് കറക്റ്റാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ തെറ്റാണ് വരുന്നത്. ഇതിലേതോ ഒരു ഓപ്ഷനാണ് ശരി. കാരണം ഒരു നേരത്തെ നമ്മൾ കണ്ട പംകിൻസില്ല, അങ്ങോട്ടായിരുന്നു പോകേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ ഇനി വരേണ്ടത്. എന്തായാലും മുന്നോട്ട് പോയാൽ അറിയാലോ. നിങ്ങൾ എപ്പോൾ ഫുഡ് കഴിക്കില്ല? ഫുഡ് ഞാൻ കറക്റ്റ് ടൈമിൽ നൈറ്റ് ആയോ? അല്ല വേസ്റ്റ് പോയിൻറ്റ്സ് എപ്പോഴൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ബെഡ് അപ്പത്തിനും പൊട്ടിക്കുന്നു നോക്കുന്നതാണ്. അഥവാ ഇപ്പം നൈറ്റ് ആയിട്ട് ഞാൻ എങ്ങനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒരു വില്ലേജ് പ്ലീസ് പ്ലീസ്. ഓ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കാം. കണ്ടാ കണ്ട് ഞാൻ എന്താ വിളിച്ചെടുക്കാൻ തോന്നുന്നുണ്ടോ? പെട്ടെന്നൊരു വേസ്റ്റ് കിട്ടിയാലോ. പക്ഷെ അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാലോ ഒന്നാണ്. എന്തായാലും ഇവിടെ ഒരു വില്ലേജ് ഞാൻ കാണുന്നില്ല. നടന്ന് നോക്കാം, കുറച്ചും കൂടി ഒന്ന് പോയി നോക്കാം. ഡെസേർട്ട് പോയാലും കേട്ടോ. അല്ല എന്തായാലും ബീച്ചല്ലേ വെച്ചു. ഞാൻ എന്താ റെൻഡർ ഫങ്ഷൻ കൂട്ടട്ടെ ഗൈസ്. പക്ഷേ കുറച്ചധികമാണെന്ന് തോന്നുന്നു കൂട്ടിയത്. നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഗെയിം. നമുക്കൊന്നും തോന്നില്ല. പക്ഷേ വില്ലേജ് ഞാൻ കണ്ടുപിടിക്കണം, എന്നിട്ട് നോർമലായിട്ട് ആക്കാം. ഗെയിമിന് നല്ല വോളിയം കൂടുതലാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുന്നില്ലേ? സോറി കേട്ടോ. ഗെയിമിൻ്റെ വോളിയം ഒന്ന് കുറച്ചാലേ ഗൈസ്. അപ്പം കുറച്ചൊക്കെ കേൾക്കണ്ടേ? അത് മതി ഗൈസ്. അയ്യോ ഞാനിപ്പോൾ ഒരു മൗണ്ടൻ ഗൈസ്. ഒരു ഓ നോ ഒന്നല്ല അതാ ഗൈസ്. ഇനിയും പണിക്കുന്നതാ എനിക്ക് തോന്നുന്നു. ഞാൻ കറക്റ്റായിട്ടാണ് പോകുന്നതെന്ന്. എന്താണ് ഗൈസ് കിട്ടുന്നില്ലല്ലോ. ഒരു വില്ലേജ് നൈറ്റ് ആയിട്ടാണല്ലോ ഇത്ര നൈറ്റ്. എന്തായാലും മാഷ് പോകാൻ തുടങ്ങുന്ന അപ്പോൾ ഓർമ്മ. എന്താ എത്ര പംകിൻസ് ഞാൻ കണ്ടു, എനിക്ക് ഒറ്റ വില്ലേജ് ഇല്ല. അപ്പോൾ ഞാൻ തെറ്റായ ഡയറക്ഷനിലാണ് പോകുന്നത്, റോങ് ഡയറക്ഷൻ. ഇത് അങ്ങോട്ടേക്ക് പോകുന്ന ഫോറസ്റ്റ് തന്നെയാണ്. ഇവിടേക്ക് ഉണ്ടാകാൻ ചാൻസ് കുറവാ. പോയി നോക്കാമല്ലേ. ഒന്നും വേണ്ട, ഞാൻ ഇപ്പം ഒന്നും ഉണ്ടാക്കില്ല.
നാശം വരുന്ന വെച്ചിട്ട് മാത്രമുണ്ടോ? ഓ ദോഷമാണ് ലോഷനല്ല ലേക്കല്ലേ ആ ഓഷനിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാ ഇനിയും വാങ്ങിക്കും ഇവിടെ ഇത് എവിടെയുള്ള വില്ലേജ്? പക്ഷെ വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കാണുള്ളൂ. ഗൈസ് ലെറ്റ്സ് ട്രൈ അവർ ലക്ക്. ഒരു പറ്റി ടൈം ചെയ്ത് യെസ് കറക്റ്റാണെന്ന് തോന്നുന്നു. വഴി ഇങ്ങനെ തന്നെ ഇതിൽ കൂടി തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ പോയി നോക്കാം, വല്ലതും കിട്ടിയാലോ. ഓ ഇത് ഇതെന്തെങ്ങനെ ഫുഡും തീരുമാനം 20 എത്ര ഉണ്ടായില്ലൊക്കെ ഇവിടെ പോയി. എൻ്റെ ഡോഗ് സേഫ് ചെയ്ത് നോക്കി. ഇനി പോകാം. നമുക്ക് ഇനിയിപ്പോൾ എല്ലാം നോർമലോ, മഴയൊക്കെ നിൽക്കും. എൻ്റെ ഡോഗിന് ഫീഡ് ചെയ്യണോ നോക്കട്ടെ. ഇപ്പോൾ ഫുള്ളായി. ഞാൻ ഒന്നിക്ക് വില്ലേജ് നല്ല ദൂരം പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും പറയാം. എൻ്റെ മോനെ എൻ്റെ പപ്പീൻ്റെ ഹാർട്ട് വരുന്ന കഴിക്കില്ല. ഹലോ ബോയ്. അച്ചു അയ്യോ വയസ്സ് എൻ്റെ ഡോഗ് എൻ്റെ പിന്നാലെ വന്നാൽ മതി. എനിക്കതാ പേടി. ടെലിപ്പോർട്ട് ടു മീ ബ്രോ. ബ്രോ ഡിഡ് ടെലിപ്പോർട്ട് ടു മീ. എനിക്ക് ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ വേണ്ടേ? ഓ ക്രിട്ടിക്കൽ ഹിറ്റ് ഗൈസ്. ക്രിട്ടിക്കൽ XP ഓട്ടെ അല്ല പിന്നെ അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എവിടെ ഒറ്റ വില്ലേജ് ഇല്ലേ? ഓ പ്ലസ് ചെയ്യാൻ വിചാരിച്ചു, അത് നടന്നില്ല. എന്ത് കഷ്ടമാണ്. ഇത്ര കുറേ പമ്പിനെ എല്ലാം കണ്ടിട്ട് ഞാൻ വില്ലേജ് മിസ്സാക്കി. ഞാൻ ബോട്ട് ഉണ്ടാവും, എനിക്ക് വയ്യായിരുന്നു. അല്ലെങ്കിൽ ഇവൻ പാവം പാവന്തൊക്കെ ഒച്ചുണ്ടാക്കുന്നില്ല. എങ്ങനെയപ്പോ ഹെൽത്ത് പോയപ്പോ ഹെൽത്തൊക്കെ പോയി ചെക്കന്. 1 2 3 4 5 ആണല്ലേ ഗൈസ്. ഇപ്പം ഷവളൊന്നും വേണ്ടല്ലോ അല്ലേ നമുക്ക് ബോട്ട് ഉണ്ടാക്കാൻ? ആദ്യം ബെഡ് റോക്കിലാണ്. ജാവയിൽ എനിക്കറിയില്ല, ബെഡ് റോക്കിൽ എന്തായാലും ഷവള് വേണമല്ലോ. 10 കാര്യം എനിക്കറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഓ ബ്രോ അതിന് ബ്ലോക്ക് ഉണ്ടാക്കാം എനിക്ക് 4 എണ്ണം. അത് സെറ്റ്. എൻ്റെ പപ്പി അകത്തോട്ട് ഇരുത്തണ്ടേ ഞാൻ. ഉയ് ഞങ്ങളുടെ ബോട്ട് പോകുന്നു. നീ കയറി. യെസ് ഷീൽഡ് ഓഫ്. ഓ ആറിനടക്കും എന്തൊക്കെയോ. ഇപ്പോൾ ഫുള്ള് വ്യത്യാസമുണ്ട് മൈൻക്രാഫ്റ്റ്, കുറേ വ്യത്യാസമുണ്ട്. എനിക്ക് പുതിയ അപ്ഡേറ്റ് ആയതൊക്കെ കളിക്കണം എന്നുണ്ട്. പക്ഷേ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്, എന്നാലാണ് എനിക്ക് കളിക്കാനൊരു ഇത് കിട്ടും. അയ്യോ ഡോഗിന് അടി കിട്ടാണ്ടെന്ന് അതിന് പൊട്ടുപോയി. ബാ ഡോഗു, നമുക്കൊന്ന് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. വില്ലേജ് കിട്ടിയാൽ നമ്മളെ ഭാഗ്യം. ഓ ഞാൻ വില്ലേജാണ് വിചാരിച്ചത്. ഡോഗ് അവിടെ.
ഡോഗ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതിന് വല്ല മീനിങ് വല്ലതും ഉണ്ടോ? ലൈക്ക് വില്ലേജ് വല്ല എടുത്ത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു മീനിങ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. ഇതുപോലെ ഡാമേജ് എടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ടാണോ? നല്ല ഉണ്ട് നോക്കട്ടെ, ഫീഡ് ചെയ്യുന്നുണ്ട്. ഓ ഷീറ്റ്. കുഴപ്പമില്ല, ഇത് കൂടുതലോ പൊട്ടിയോട് പോയി. ഞാനിപ്പോൾ തിരിഞ്ഞ് അത് ആടുന്ന് വന്ന് ആടുന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇതെന്ത് കളിക്കുന്നേ? എന്താ എന്താ എന്ത് പറ്റി? അങ്ങോട്ടാ പോണ്ടേ? നമ്മൾ ഡോഗ് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോകും അങ്ങോട്ടോ. ഓക്കെ നമ്മൾ പിന്നെ നേരെ ഇങ്ങോട്ടേക്കാ പോവാം. നമ്മളെ ഡോഗ് കാണിച്ചു നമുക്ക്. ഐ ബിലീവ് ഇൻ മൈ ഡോഗ്. ഞാൻ നേരെ അങ്ങോട്ട് പോകും. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ ഡോഗിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും ഷെയറും കൊടുക്കണേ. അല്ല, ഷെയർ കൊടുക്കാനില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. എന്താണ് കേസ്, എൻ്റെ വുൾഫി പറഞ്ഞ സ്ഥലത്ത് ഒന്നും കാണുന്നില്ലല്ലോ. നോക്കാം കുറച്ചും കൂടി ഒന്ന് പോയി. ലാവാ അല്ല. ഓ ഗൈസ്, അവിടെ എന്തോ ഉണ്ട്. അതെന്താ? കേവിൻ്റെ ആണ്. ഞാനിത് കണ്ടപ്പം വില്ലേജിൻ്റെ ഇതാണെന്ന് വിചാരിച്ചു ഗൈസ്. ഡോഗിയുടെ അതാ ഓടിയായിരുന്നു. ഐ ബിലീവ് ഇൻ യു മൈ ബോയ്. നീ എന്നെ വില്ലേജിലോട്ട് എത്തിക്കുന്ന പ്രതീക്ഷയോടെ ഞാൻ ഓടുന്നു ഉൾഫി. ജസ്റ്റ് ബ്രോ ഡോണ്ട് മൈ ട്രസ്റ്റി. ഉൾഫിയുടെ ഉൾഫിയാ എടാ, ബ്രിഡ്ജിൽ ഉൾഫി എങ്ങാലും വീണാലോ. ഉൾഫി സൂക്ഷിച്ച് തരണേ. എനിക്ക് പേടിയാണ്. ഓനോ ബ്ലോക്സ് ഇല്ല. ഞാനെങ്ങനെ ചാടിപ്പോയിക്കോളാം. എനിക്ക് ഉൾഫിനെയാണ് എത്തിക്കേണ്ടത്. ഓക്കെ, ഇനി ഉൾഫിനെ ടെലിപ്പോർട്ട് ആയിക്കോളാം. സ്പീഡിൽ നടന്നാൽ മതി. കുറേ ദൂരെ പോയി കഴിഞ്ഞാൽ ഉൾഫി ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്ത് ടെലിപ്പോർട്ട് ചെയ്യും ഗൈസ്. അത് ഓ നമ്മുടെ വയസ്സ് അതിന് കുറച്ച് സ്പീഡിലൊക്കെ. ഉൾഫിനെ അങ്ങോട്ടാ പോകണ്ടേ? എവിടെ ഉൾഫിനെ അങ്ങോട്ടാ ഉൾഫി പോകേണ്ടത്? എവിടെ? ഇതെന്താണിത്? കേവിൻ്റെ ഉള്ളോട്ട് പോകുന്നു. ഇങ്ങോട്ട് ഉൾഫിനെ കൊണ്ട് എന്ത്? അതിനെ അങ്ങോട്ടാ പോകണ്ടേ? ഉൾഫി ഇങ്ങോട്ട് പോകണം. അതിനെ അങ്ങോട്ടാ പോകണ്ടേ? അങ്ങോട്ടെങ്കിൽ ഒന്ന് തിരി. നമുക്കിനി ഇങ്ങോട്ട് അടക്കാം. ഉൾഫി ഇങ്ങോട്ടേക്ക് വരാം. എന്താണ് ഗൈസ്, ഉൾഫി എൻ്റെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് ഗൈസ്. ഉൾഫി ബ്രോക്ക് മൈ ട്രസ്റ്റ്. ആക്ച്വലി നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഉൾഫി കിൽ ദിസ് ഉൾഫി. എവിടെ മോനെ? എന്നോട് പറഞ്ഞ മോനെ എടുക്കി. എനിക്കല്ല, എനിക്ക് പേടിയായിരുന്നു. എന്താ ഞാൻ തിന്നതിൻ്റെ കടം കൂടുതൽ ഉൾഫി എന്നല്ലോ. 3, 2, 1 ടൈപ്പ്. കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എത്ര നേരം നമ്മളിങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. നമ്മളെ വീഡിയോ ഇത് എത്ര നേരമായി തോന്നി. ആദ്യത്തെ വീഡിയോ ഇത്രയും ലോങ്, അത് ഒറ്റ വില്ലേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര ലോങ് വീഡിയോ ഉണ്ടാക്കിയത്. എന്നിട്ട് എനിക്കിട്ട് അത് കിട്ടുന്നുമില്ല.
ഗൈസ് ബാക്കിയുള്ള എപ്പിസോഡ് ഞാൻ നാളെ ഉണ്ടാക്കാം. പാർട്ടി നമുക്ക് നാളെ ഉണ്ടാക്കാം. നമ്മൾ ഡേ 1 വലിയ ലൈക്ക് ഫസ്റ്റ് നമ്മൾ സ്പോൺ ആയ ദിവസം വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സെക്കൻഡ് ഡേ നമ്മൾ നല്ല പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. സെക്കൻഡ് ഡേ ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ലോണം കളിച്ചിട്ടുണ്ട്. പിന്നെ തേർഡ് ഡേ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലക്ക് കിട്ടിയത് ഗൈസ്. അത് നമ്മളെ മോസ്റ്റ് ലക്കിയസ്റ്റ് ഡേ ആയിരുന്നു എൻ്റെ തേർഡ് ഡേ. അപ്പോൾ ഒരു വില്ല് കിട്ടിയതിൻ്റെ ബെസ്റ്റ് ഡേ, എൻ്റെ മെമ്മറബിൾ ഡേ ആണ് തേർഡ് ഡേ ഈ ഫുള്ള് ഗെയിം തന്നെ. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഗൈസ് മെമ്മറബിൾ ഡേ ആവുന്നു. ഒരു 2 മിനിറ്റ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നോക്കാം ഗൈസ്. വില്ലേജ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ. പാവം ഗൈസ് ക്യാഷില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുട്ടീനെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ടല്ല ഗൈസ്. ഇവിടെയും പാമ്പിട്ടുണ്ട്. ഇതാ പംകിൻസ് ഗൈസ്, പംകിൻസ്. അപ്പോൾ ഗൈസ് ഞാൻ ഡേ 5 ഗൈസ്. 5 ഇനി ഒരു ഡേയും കൂടി. അടുത്ത ഡേ നമ്മൾ ഡേ 5 ആകുമ്പോൾ വീഡിയോ കഴിയും ഗൈസ്. അപ്പം നമ്മൾ വേഗം തന്നെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നിർത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഫുൾ റിസ്ക് ഗൈസ്. എൻ്റെ 14 ചങ്ക്സ് ആക്കി ഗൈസ്. ഇതാകുമ്പോൾ നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. നല്ലോണം കൂട്ടിയുണ്ട്. എൻ്റെ ഡിസ്റ്റൻസ് നല്ലോണം കൂട്ടി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനൊന്നും കുഴപ്പമില്ല. സത്യം നിർത്താൻ പാടില്ല. ഇനി ഒരു വില്ലേജ് കിട്ടാണ്ടേ ഞാൻ അടങ്ങൂല. എൻ്റെ ഉൾഫിനോടെ എത്തട്ടെ. സ്റ്റോപ്പ്. ഞാൻ ആദ്യം ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള ബ്ലോക്സ് എടുക്കട്ടെ. എന്താണ് ഉൾഫി എന്നെ എങ്ങനെയാ നോക്കുന്നത്? അതിനെ പിടിച്ചിട്ടൊന്നുമില്ല. സ്റ്റാൻഡ്. ഇവനോട് സ്റ്റാൻഡെന്ന് പറഞ്ഞില്ല കാര്യമില്ല. എനിക്ക് നല്ല ടൈമാണ്. അതവിടെ ചുറ്റി നടക്കണം. ഇല്ലേ എൻ്റെ വരുന്നില്ലേ ഉൾഫി? എന്നെങ്കിൽ വരണ്ട, ഞാൻ പോവാ. സ്റ്റാൻഡല്ലേ വന്ന് ഉൾഫി വീഴാൻ വേണ്ടി കളിച്ചാടോ. ഇനി വീണിട്ടാണ് പിന്നെ ഞാനൊന്നും ചെയ്യൂലേ. നീ തിരിച്ച് ടെലിപ്പോർട്ടായി വരേണ്ടി വരും. ലാസ്റ്റ് സ്പോട്ട് ഗൈസ്. ഈ മൗണ്ടൻ്റെ മേലെ കയറുന്നു നമ്മൾ. വില്ലേജ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മളെ വീഡിയോ ഈ മൗണ്ടൻ്റെ മേലെയാണ് അവസാനിപ്പിക്കുക. വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ. മൗണ്ടന് മേലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമാണ് ഗൈസ്. പക്ഷെ എനിക്ക് അത്രയ്ക്കും ലക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രോ എനിക്ക് അത്രയ്ക്കും ലക്കില്ല ഗൈസ്. ഏറ്റവും മേലെ കയറി നോക്കാം. എനിക്ക് കുറച്ചൊക്കെ വിശ്വാസമുണ്ട്. ലക്കിൽ കുറച്ചെങ്കിൽ വിശ്വാസം ഉണ്ടായിരുന്നു.
അതൊന്നും തീർന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ അണ്ടർഗ്രൗണ്ടായിട്ട് ഞാൻ വീഡിയോ അവസാനിക്കും. ആദ്യം ഉൾഫിനെ കൊണ്ടുപോയില്ല. ഉൾഫി കം ഹിയർ. ഉൾഫി സ്റ്റാൻഡിലാണ്, സിറ്റിലാണ്. സിറ്റാക്കി. ഓക്കെ, ഉൾഫിനെ ഉന്തി പിറ്റിലോട്ട് ഇട്ട ഗ്യാസ്. എന്നിട്ട് ഞാൻ എൻ്റെ ആർമറൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗ്യാസ്. ഇതൊന്നാ ഇങ്ങനെ ഇടയ്ക്ക് അച്ഛനാക്കുന്നു. എനിക്ക് യോഗമുണ്ടോ പോലെയാണ് ഗൈസ്. ഉൾഫിനെ കുറച്ച് ഉൾഫിൻ്റെ ഏരിയ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഉൾഫി എന്നാൽ ഉൾഫിന് പ്രശ്നമില്ല. നമ്മുടെ ഉൾഫിൻ്റെ ഉൾഫി കുട്ടാൻ്റെ ഏരിയ. പോയിക്കാൻ്റെ ഏരിയയിലോട്ട് എടാ ഇങ്ങോട്ടേക്ക് അല്ലേ. അതാണ് ഉൾഫീസ് ഏരിയ. ഓക്കെ, ഞാൻ ഈ ഏരിയ എന്തായാലും കവർ ചെയ്യാണ്. ചെറിയൊരു കണ്ടത്തിന് ചെയ്യാണ്. ഇതൊരു പോളായി കിടക്കട്ടെ. നമ്മൾ ഇവിടെയാണുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു പോൾ. ബൂം, ഫുള്ളൊരു ഡൈ. ഞാൻ ടോസ് എടുത്തത് എൻ്റെ ഉൾഫിന് രാത്രി പേടിക്കും. അപ്പോൾ അതില്ലാണ്ടാക്കാനാണ്. ഓക്കെ, ഇനി എൻ്റെ ബെഡ് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വെക്കി. ഇവിടെ എൻ്റെ ബെഡ് സെറ്റപ്പ്. ഇതാണ് എൻ്റെ ബെഡ് സെറ്റപ്പ്. ഇവിടെ എൻ്റെ ബെഡ്. ഓക്കെ, എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസും കഴിഞ്ഞു. എൻ്റെ ഫർണസ് ടേബിൾ ഫർണസ്. കിട്ടിയ അയണൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ട് ആർമർ ഉണ്ടാക്കണം. അതിൻ്റെ തന്നെ കുറച്ച് ഫുഡ് നോക്കാം. വേറെ സ്പീഡ് എൻ്റെ മൂന്ന് മാറും. നല്ല ഫുൾ അയൺ ആർമർ ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഇനി ഞാൻ കിടക്കുന്ന തന്നെ എൻ്റെ അടുത്തോട്ടൊന്ന് പറഞ്ഞു. ആൾക്ക് ഹാപ്പിയാവും. നമുക്ക് എൻ്റെ ബൂട്ടും സെറ്റ്. എൻ്റെ ബൂട്ട് എന്തായാലും ഞാൻ ഇതുണ്ടാക്കാം. ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും 1 2 3 4 5 6 7 ആയിക്കഴിഞ്ഞാൽ ഞാൻ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കും. നമുക്ക് ബോ ഒക്കെ കിട്ടിയില്ല. നല്ല കുറച്ച് അത്യാവശ്യം ലെവലൊക്കെ ഉണ്ട്. ലെഗിൻസ് ഉണ്ടാക്കട്ടെ ഗൈസ്. അധികം ഓടി കളിക്കുന്നുണ്ട്. ഒരുപാട് അപ്പോൾ ഇത് ഞാൻ ഫുള്ള് സ്മെൽട്ടായിട്ട് നിങ്ങളെ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ബൂട്ടും കൂടിയിട്ടാണ് ഞാൻ ഫുൾ അയൺ കവേർഡ്. ഗൈസ് ഇതാണ് അയൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സാഷ് ഒന്നുകൂടി അപ്പോൾ ഇതും കൂടി സ്മെൽറ്റ് ആക്കാൻ എൻ്റെ ഫുൾ ആർമർ സെറ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി കാണാൻ അടുത്ത വീഡിയോയിൽ.
let's check here and ഡോഗി കുട്ടാ പറടാ ബൈ ബൈ. ക്യാമറയിലോട്ടൊക്കെ ബൈ ബ്രോ. ക്യാമറ ലുക്ക് അറ്റ് ക്യാമറ ഡോഗി കുട്ടാ. ബൈ ബൈ.